അത് കത്തിച്ചിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന എണ്ണ ആളുകൾ ബറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് ആ ബറക്കത്ത് തുടരാൻ വേണ്ടി ആ നിലവിളക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മഖാമുകൾ നിലവിളക്ക് വരാൻ കാരണം. മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരുടെ ആദരവ് കൂടി അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. പക്ഷെ ഈ നിലവിളക്ക് കൊളുത്തുക എന്നൊരു രീതി തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മുസ്ലിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നതല്ല. ഇവിടെ വന്ന് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഈ കബറാളി അവരെ സഹായിക്കുമെന്നും ആ കബറാളിയുടെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ്. വിരോധമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും മറ്റ് സമുദായങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്. ഈ വെള്ളൂർക്കുന്ന അമ്പലത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ കൊടകരക്കാവ് ചെന്നാൽ കാണാൻ സംഭവം മുല്ലപ്പൂമാലയും മത്സരിച്ചിട്ടൊക്കെ. ഈ കബറിന്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇത് എന്ത് ഇസ്ലാം? എവിടുത്തെ ഇസ്ലാം? ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയപ്പെട്ട പുസ്തകത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ സമസ്തയുടെ അവസ്ഥ എന്താണ് എന്ന് സമസ്ത മുസ്ലിയാക്കന്മാര് തന്നെ പറയണം. ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫാത്തിമ തഹ്ലിയ MLA നിലവിളക്ക് കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നമ്മൾ കുറെ ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികൾ ബഹുദൈവാരാധനയുടെ ഭാഗമായി നടക്കുന്ന ഇത്തരം ഏർപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കണം, ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മത പുലർത്തണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഷാർജയിൽ നടന്ന ഈദ്ഗാഹിന് ശേഷം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫ്ളഹുല്ലാഹ് നടത്തിയ സംസാരമൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതൊക്കെ പൊതുസമൂഹം തന്നെ കൃത്യമായി വിലയിരുത്തുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറകൾ നടത്തിയ യോഗത്തിന് ശേഷം നടത്തിയ ആഹ്വാനം അത് വലിയ രീതിയിൽ വീണ്ടും വിവാദമായിരിക്കുകയാണ്. സമസ്തക്ക് ഇത് പറയാൻ എന്തർഹത എന്നുള്ള ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉടനീളം നമ്മൾ കണ്ടത്. അതിന് കാരണമായി പറയപ്പെടുന്നത് ജാറ വ്യവസായ കേന്ദ്രങ്ങളിലും ഇത്തരം എണ്ണവിളക്കുകൾ കത്തിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഈ പറയുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തർഹതയാണ് ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ എന്ന ചോദ്യത്തിന് പ്രസക്തി വരുന്നത് സമസ്ത ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസ്താവന തന്നെയാണ്. നമുക്കത് വായിക്കാം. ഇത് വേൾഡ് സമസ്ത സൈബർ എന്ന് പറയുന്ന EK സമസ്തയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെയുള്ളതാണ്. സുപ്രഭാത പത്രത്തിൽ വന്ന വാർത്തയായിക്കൊണ്ടാണ് ഇത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്ന ഭാഗമാണ് നമ്മൾ എടുത്ത് വായിക്കുന്നത്. ഇനി ഇതിൽ കുത്തിത്തിരിപ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞ ആ രൂപത്തിലുള്ള സംസാരവുമായി ആരും തന്നെ കമന്റ് ബോക്സിൽ വരും. ഇതിൽ പറയുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള സംസാരം വരുന്നത്. അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കുക സമസ്ത. പരിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്തതും ഇതര മതക്കാർ അവരുടെ മതാചാരമായി നിർവചിച്ചു വരുന്നതും ചടങ്ങുകളും ആചാരങ്ങളും മുസ്ലിങ്ങൾ വർജിക്കണമെന്ന് കോഴിക്കോട് ചേർന്ന സമസ്ത ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗം ആഹ്വാനം ചെയ്തു. നിലവിൽ നടക്കുന്ന നിലവിളക്ക് വിവാദം സംബന്ധിച്ച് ചർച്ചയിലാണ് മുഷാവറ യോഗം മേൽ തീരുമാനം കൈക്കൊണ്ടത്. മുസ്ലിങ്ങൾ എന്താണ് വർജിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്? ഇതരമത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളും ആചാരങ്ങളും മുസ്ലിങ്ങൾ വർജിക്കണമെന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമത്തിൽ വന്ന വാർത്തയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പലക്കടവ് അമീദ് ഫൈസി നടത്തിയ ഒരു സംസാരം നമുക്ക് കേൾക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് നടന്ന ഒരു മുഖാമുഖത്തിൽ നജീബ് മൗലവിയോട് ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇത്തരം അല്ല വിരോധമില്ലാത്തതൊക്കെ വിരോധമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും മറ്റ് സമുദായങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്. ഈ വെള്ളൂർക്കുന്ന അമ്പലത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ കൊടകരക്കാവ് ചെന്നാൽ കാണാൻ സംഭവം മുല്ലപ്പൂമാലയും മത്സരിച്ചിട്ടൊക്കെ. ഇത് അവരുടെ അമ്പലങ്ങളിൽ കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ മാർഗം തന്നെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കണോ? നിങ്ങൾ മറ്റു മാർഗക്കാർ ചെയ്യുന്ന കച്ചവടം തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെ കാണും? എങ്ങനെ മറ്റു മാർഗക്കാര് അനാദി കച്ചവടം ജനറൽ മർച്ചന്റും ഒക്കെ മറ്റു മാർഗക്കാരും മറ്റു സമുദായക്കാരും ചെയ്യുന്ന മാതിരി മുസ്ലിമീങ്ങൾക്ക് ചെയ്തൂടെ? അനുവദനീയമായതുകൊണ്ടല്ലേ? ഇതുപോലെ അനുവദനീയമായത് നമുക്ക് ചെയ്യാം. മറ്റു സമുദായക്കാർ അവിടെ നോക്കേണ്ടതില്ല. അനുവദനീയമാണെങ്കിൽ ചെയ്യാം. ആ മതി, മനസ്സിലായാൽ മതി. മറ്റു മതത്തിലുള്ള ആളുകൾ അനാദി കച്ചവടങ്ങളും അതുപോലെയുള്ള പല ഏർപ്പാടുകളും ചെയ്യുന്നുണ്ടല്ലോ. അതിനെയൊക്കെ കൊണ്ടുവന്നാണ് ഈ പറയുന്ന ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ ഇതര മതസ്ഥർ നടത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങോട്ട് കടമെടുത്തിട്ടുണ്ട്, ഇതൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വെച്ചു. ഇനി നേരത്തെ പറഞ്ഞ കേന്ദ്ര മുഷാവറ അംഗങ്ങളുടെ ആഹ്വാനത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്നും കൂടി പോകാം. എന്താണ് ഇവിടെ പറഞ്ഞത്? നേരെ നമ്മൾ വായിച്ചു. എന്താണ് പറഞ്ഞത്? ഇതര മതക്കാർ അവരുടെ മതാചാരമായി നിർവചിച്ചു വരുന്നതുമായ ചടങ്ങുകളും ആചാരങ്ങളും മുസ്ലിങ്ങൾ വർജിക്കണമെന്ന് കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം ആഹ്വാനം ചെയ്തു. ഈ കാലമത്രയും സമസ്ത കുബൂരി പുരോഹിതന്മാർ സമൂഹത്തെ വഞ്ചിക്കുകയായിരുന്നു എന്നല്ലേ ഇതിനർത്ഥം? അപ്പോൾ ചോദ്യം പ്രസക്തമല്ലേ? നിങ്ങൾക്കിത് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ അമ്പലങ്ങളിലും മറ്റും നടക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്ത് സമൂഹത്തെ വഞ്ചിക്കുമ്പോൾ ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഫാത്തിമ തഹ്ലിയ നിലവിളക്ക്
കത്തിച്ചതിനെ ചോദ്യം ചെയ്യുക. തുടർന്ന് പറയുന്ന ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. നിലവിൽ നടക്കുന്ന നിലവിളക്ക് വിവാദം സംബന്ധിച്ച ചർച്ചയിലാണ് മുഷാവറ യോഗം മേൽ തീരുമാനം കൈക്കൊണ്ടത്. പ്രത്യേക ആചാരങ്ങളിൽ നിലവിളക്ക് കത്തിക്കൽ ഒരു പ്രത്യേക മത ചടങ്ങായി കാലങ്ങളായി അമുസ്ലിങ്ങൾ നിർവഹിച്ചു വരുന്ന കാര്യമാണ്. അത്തരം ആചാരങ്ങൾ നടത്തി വരുന്ന അമുസ്ലിങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇസ്ലാം വിരുദ്ധ വിശ്വാസം ഉൾക്കൊള്ളുകയും അടിസ്ഥാനമാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു മുസ്ലിം അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതാണ്. മറിച്ച് അത്തരം വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെയും അടിസ്ഥാനമാക്കാതെയും അമുസ്ലിങ്ങളോട് സാദൃശ്യം പുലർത്തുക എന്ന നിലയിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തി നിഷിദ്ധവും കുറ്റകരവുമാണ്. എന്നാൽ ഒരു വെളിച്ചം മാത്രം ഉദ്ദേശിച്ചോ മറ്റു വിളക്കുകളെ പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ചു ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയവുമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ കൃത്യമായി തന്നെ ഇവർ ഇത് അമുസ്ലിങ്ങളുടെ ആചാരമാണ്, അവർക്ക് ഇതിന്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട് എന്നൊക്കെ കൃത്യമായി എഴുതി ചേർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരം വിശ്വാസം ഇല്ലാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന് കൂടി ചേർത്ത് വെക്കുന്നത്. പറയുന്നത് എന്താണ്? മറിച്ച് അത്തരം വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാതെയും അടിസ്ഥാനമാക്കാതെയും അമുസ്ലിങ്ങളോട് സാദൃശ്യം പുലർത്തുക എന്ന നിലയിലാണ് അത് ചെയ്യുന്നത് എങ്കിൽ ആ പ്രവൃത്തി നിഷിദ്ധവും കുറ്റകരവുമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഫാത്തിമ തഹ്ലിയ ചെയ്തത് നിഷിദ്ധമാണ്, കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നു എന്നുള്ള കാരണമാണ് അവിടെ പറയുന്നത്. എങ്കിൽ ചോദ്യം പ്രസക്തമല്ലേ? ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കാര്യം. പറയപ്പെട്ട വിഷയം വിവാദമായപ്പോൾ അമ്പലക്കടവ് അമീദ് ഫൈസി നടത്തിയ ഒരു സംസാരമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. കൊടുത്ത ഹെഡിങ്, മാധ്യമത്തിൽ സമസ്ത പ്രസ്താവനയെ കുറിച്ച് കൊടുത്ത ഹെഡിങ് വളരെ വികൃതമായ നിലയിലാണ്. മതാചാരം എന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തരുത്, വെളിച്ചത്തിനാണെങ്കിൽ കൊളുത്താം സമസ്ത. അപ്പൊ നിലവിളക്ക് കൊളുത്താം, അതിൽ കുഴപ്പമില്ല. എന്താണ് ഉദ്ദേശം എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. എവിടെയാണ് സമസ്തയുടെ തീരുമാനത്തിൽ നിലവിളക്ക് കൊളുത്താം എന്ന പ്രയോഗം പ്രയോഗിച്ചത്? ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് നിലവിളക്ക് കൊളുത്താം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല, നിലവിളക്ക് കത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനു വേണ്ടി? അത് വെളിച്ചത്തിന് വേണ്ടി കത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, കൊളുത്താം എന്ന് പറഞ്ഞിട്ടില്ല. തീ കൊളുത്തി എന്ന് പറഞ്ഞാലും തീ കത്തിച്ചു എന്ന് പറഞ്ഞാലും തീ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒക്കെ സംഭവം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇത് വിവാദമാക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ തീ കൊളുത്തി എന്ന് പറഞ്ഞാലും, ഫാത്തിമ തഹ്ലിയ എണ്ണവിളക്കിൽ തീ കത്തിച്ചു എന്ന് പറഞ്ഞാലും, ഫാത്തിമ തഹ്ലിയ എണ്ണവിളക്കിൽ തീ കൊടുത്തു എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ പ്രവൃത്തി തന്നെയാണ്. ഇനി അതിന് വല്ല ഏറ്റക്കുറച്ചിലോ മറ്റോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ പറഞ്ഞു തന്നാൽ മതി. സമസ്ത കൃത്യമായി പറഞ്ഞു, വെളിച്ചത്തിനാണെങ്കിൽ വെളിച്ചം ഉദ്ദേശിച്ചുകൊണ്ട് കത്തിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെയാണ് മക്കാമുകൾ കത്തിക്കുന്നതിന്റെ പ്രസക്തി. അതുപോലുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ നിലവിളക്ക് ഉപയോഗിച്ചു വന്നതിന്റെ പ്രാധാന്യം അവിടെയാണ്. വെളിച്ചത്തിന് വേണ്ടിയാണ് എങ്കിൽ നിലവിളക്ക് കൊളുത്തുന്നതിന്റെ പ്രാധാന്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ വെളിച്ചത്തിന് വേണ്ടിയാണ് നിലവിളക്ക് കത്തിക്കുന്നത് എന്നുള്ള ഒരു ന്യായവാദമാണ് ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ വിളക്കുകൾ കാണുന്നതും, അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും തന്നെ ഇത്തരം ഒരു ഏർപ്പാട് നമ്മൾ കാണുന്നില്ല. ഇവർ പറയുന്ന ഒരു രീതി പരിശോധിക്കുകയാണ് എങ്കിൽ എന്തിനാണ് ഇന്നും അത് കത്തിച്ചു വെക്കുന്നത്? പല ജാറ വ്യവസായ കേന്ദ്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചില മഹത്വങ്ങളും കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ ഇന്നും വിശ്വാസപരമായി പറയപ്പെടുന്നില്ലേ? അത്തരം പ്രചരണങ്ങൾ നടക്കുന്നില്ലേ? നമുക്കൊരു സഹോദരന്റെ സംസാരം കേൾക്കാം. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജാറമാണ്. ഇവിടെ നിങ്ങൾ വലിയൊരു നിലവിളക്ക് കാണാം, അത് കെട്ടിയിട്ടിട്ടുണ്ട് കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ആളുകൾ കബറാളികളോടാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ മൂപ്പരെ നിലവിളക്ക് മൂപ്പർക്ക് സംരക്ഷിക്കാൻ കഴിയണില്ല. ഇത് വെളിച്ചത്തിന് വേണ്ടി കത്തിച്ചു വെക്കുന്നതല്ല. കാരണം വെളിച്ചത്തിന് വേണ്ടി ഇവിടെ നല്ല ബൾബുകളുണ്ട്, സോളാറിന്റെ വെളിച്ചമുണ്ട്. പക്ഷെ ഇത് ആചാരത്തിന്റെ ഭാഗമായി ഇവിടെ ഈ നിലവിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കബറാളിയുടെ തൃപ്തിയും പൊരുത്തവും ഉണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ. ഇനി നിങ്ങൾ ഇത് നോക്കൂ, ഈ ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്ന നിലവിളക്ക് ഇത് കെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇതൊക്കെ ആചാരത്തിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ ഏതാണ് ആചാരത്തിന്റെ ഭാഗം? ഇത് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ജാറങ്ങളുടെ അവസ്ഥ ഇതാണ്. ഒന്നല്ല, എത്രയോ നിലവിളക്കുകളാണ് ഈ കുറ്റിപ്പുറം മൂടാല് ഭാഗത്തുള്ള ഈ ദർഗയിൽ കത്തിച്ചു വച്ചിരിക്കുന്നത്. ഇത് വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നതല്ല. ഇവിടെ വന്ന് നിലവിളക്ക് കൊളത്തിക്കഴിഞ്ഞാൽ ഈ കബറാളി അവരെ സഹായിക്കുമെന്നും ആ കബറാളിയുടെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ്. സഹോദരന്റെ സംസാരം കേട്ടല്ലോ. ഇത്തരം വിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് സമസ്തയുടെ പുരോഹിതവർഗം. അവരിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു വിചിത്രവാദം വന്നത്. അപ്പോൾ സ്വാഭാവികമായുള്ള ചോദ്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഇത്തരം ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞ അമ്പലക്കടവ് അമീദ് ഫൈസിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത്.
സമസ്ത നിലവിളക്ക് കൊളുത്താമെന്ന് സമസ്തയുടെ പ്രസ്താവനയിൽ എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിലവിളക്ക് കൊളുത്തുക എന്ന പ്രക്രിയ അത് പ്രത്യേകമായി ഹിന്ദു മതവിശ്വാസികളുടെ പ്രത്യേകമായ ആചാരമാണ്. അവരുടെ ദൈവിക വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ്. പ്രധാനപ്പെട്ട പരിപാടികളും പ്രധാനപ്പെട്ട ഉദ്ഘാടന പരിപാടികളും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി അവർ നിർവഹിക്കുന്ന പ്രധാന കാര്യമാണ്. പക്ഷെ ഈ നിലവിളക്ക് കൊളുത്തുക എന്നൊരു രീതി തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മുസ്ലിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയും മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു രീതി തന്നെ മുസ്ലിങ്ങൾക്കില്ല എന്നാ പറഞ്ഞത്. ജാറ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഇനി മുസ്ലിയാക്കന്മാർ തന്നെ മുൻകാലങ്ങളിൽ എഴുതി വെച്ച് സമൂഹത്തെ പഠിപ്പിച്ച ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് എന്ന് പറയുന്ന സമസ്തയുടെ പുസ്തകമാണ്. ഇത് 1986 നവംബർ 21, 27 ലക്കം 33. ഇതിൽ പറയുന്നത് എന്താണ്? അതിന്റെ 10ാമത്തെ പേജിൽ നിന്നാണ് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഒരു ചോദ്യമാണ്. ചോദ്യം: മഹാന്മാരുടെ മക്ബറകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. ഇത് അനുവദനീയമാണോ? തദാവശ്യത്തിന് എണ്ണ കത്തിക്കാമോ? ഇനി ചോദ്യത്തിനുള്ള മറുപടി കേട്ടോ. മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരുടെ ആദരവ് കൂടി അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിന് എണ്ണയും നേർച്ചയാക്കാവുന്നതാണല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് പുണ്യകരമാണ് എന്നാ പറയുന്നത്. വെളിച്ചമുണ്ടായിരിക്കെ, വൈദ്യുതി വെളിച്ചമുണ്ടായിരിക്കെ എണ്ണവിളക്ക് കത്തിക്കുന്നത് പുണ്യമാണ്, മഹാന്മാരുടെ ആദരവാണ് എന്നാണ് ഇവിടെ സുന്നി വോയിസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അമ്പലക്കട ഹമീദ് ഫൈസി ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? ഇങ്ങനെ ഒരു നിലവിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന രീതി ഇസ്ലാമിൽ ഇല്ല, അങ്ങനെ എവിടെയും സമസ്ത പറഞ്ഞു വെച്ചിട്ടില്ല എന്നാണ്. എന്നാൽ സുന്നി വോയിസിൽ നിന്നാണ് നമ്മൾ ഇത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ സമസ്തയോടുള്ള ചോദ്യം വളരെ പ്രസക്തമല്ലേ? സമസ്തക്ക് എന്തർഹതയാണ് ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ വേണ്ടി? സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രമേയത്തിലും അങ്ങനെയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രസ്താവന ഉള്ളതുപോലെ ഞാൻ പറയുകയാണ് കേട്ടോ. സമസ്തയുടെ പ്രസ്താവനയാണ് ഞാൻ നിങ്ങൾ വായിക്കുന്നത്. എന്നാൽ ഒരാൾ വെളിച്ചം മാത്രം ഉദ്ദേശിച്ച് മറ്റു വിളക്കുകളെ പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ, സാധാരണ ലൈറ്റുകളെ പോലെ വെളിച്ചം കിട്ടാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. നിലവിളക്ക് കൊളുത്തിയെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. നിലവിളക്ക് കത്തിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഇതാണ് സമസ്തയുടെ പ്രസ്താവനയിലുള്ള ആ ഭാഗം. സഹോദരങ്ങളെ, ഇതൊരുമാതിരി ആളുകളെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ അമ്പലക്കട ഹമീദ് ഫൈസി ഇവിടെ ചെയ്തു വെച്ചത്? നമ്മൾ സുന്നി വോയിസിൽ നിന്ന് തന്നെ വായിച്ചെടുത്തല്ലോ. ഇനി ഇതേ മുസ്ലിയാർ തന്നെ ഇതേ സംസാരത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് ഈ പറയുന്ന ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന എണ്ണവിളക്കിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റു കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതെന്തിനാണ് സമസ്ത ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ നിലവിളക്ക് അങ്ങനെ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നുണ്ടോ? അവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വിവാദം. നിലവിളക്ക് മക്കാമിലില്ലേ? നിലവിളക്ക് അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഉണ്ട്. നിലവിളക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോമാക്സ് ഇല്ല, അങ്ങനത്തെ ആധുനിക വെളിച്ചത്തിനുള്ള ഒരു സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ ധാരാളം കൂടുന്ന സ്ഥലങ്ങൾ, മക്കാമായിരുന്നാലും ശരി, ദർസായിരുന്നാലും ശരി, റാത്തിബ് സദസ്സായിരുന്നാലും ശരി, അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്. അപ്പുറത്തും തിരികൾ, അടുത്ത തട്ടിലും തിരികൾ വെക്കാൻ നല്ല വെളിച്ചത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മക്കാമുകളിൽ ധാരാളം സന്ദർശകർ അക്കാലത്ത് തന്നെ ഉണ്ട്. മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ എത്ര മക്കാമുകളെ ശിർക്കാക്കി ചിത്രീകരിച്ചാലും ശരി, മഹാത്മാക്കളുടെ മസാറുകളും മക്കാമുകളും ആ കാലത്ത് നിലവിളക്കുകൾ കൃത്യമായി വെച്ചിരുന്നു. രാത്രി ആളുകൾ സിയാറത്തിന് നാളേക്ക് സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു, അത് കത്തിച്ചിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന എണ്ണ ആളുകൾ ബറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് ആ ബറക്കത്ത് തുടരാൻ വേണ്ടി ആ നിലവിളക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മക്കാമുകൾ നിലവിളക്ക് വരാൻ കാരണം. ഇതേ നിലവിളക്ക് കൃത്യമായി നമുക്ക് പൊന്നാനി മഖ്ദൂം അവരുടെ മഹാപള്ളിയിലും കാണാൻ കഴിയും, വലിയ പള്ളിയിലും കാണാം. അതെന്താ പ്രശ്നം? ഇന്നും നമുക്ക് കാണാൻ എടുത്തു കളഞ്ഞിട്ടില്ല. വലിയ ദർസായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് നടത്തിയിരുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന്, ജാവയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പുറം രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ദർസിലേക്ക് വന്നിരുന്നു. അവരൊക്കെ എന്തിരുന്നു? പഠിക്കാനിരിക്കുമ്പോൾ ഈ വലിയ സദസ്സ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ വെളിച്ചം കാണാൻ അന്നത്തെ ഒറ്റത്തിരിയുള്ള സാധാരണ വിളക്കിന് കഴിയില്ല, നിലവിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ പേര് പോലും പ്രശസ്തമാണ്, വിളക്കത്തിരിക്കുക എന്ന് പറയാം.
ആ വിളക്കിന്റെ അടുത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ദർശനം നടത്തുക. അപ്പൊ പൊന്നാനിൽ വിളക്കത്തിരിക്കാൻ പോവുക എന്ന്. ആ വെളിച്ചത്തിനന്ന് ഉപയോഗിക്കുന്ന ആ നിലവിളക്ക് ഇന്നും പള്ളിയുടെ പൊന്നാനി പള്ളിയുടെ മുകളിൽ കൃത്യമായി വെച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടില്ല. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി. മഹാന്മാരായ സ്വഹാബികൾ സ്ഥാപിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തിയ ആ പള്ളിയിലും വെളിച്ചത്തിനു വേണ്ടി അക്കാലത്ത് നിലവിളക്ക് ഉപയോഗിച്ചുവെന്ന് ഇന്നും ആ വിളക്ക് നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നിലവിളക്ക് മക്കാമുകൾ ഉപയോഗിച്ചിരുന്നതിന്റെ പാരമ്പര്യം. സഹോദരങ്ങൾ, ഇവിടെ അമ്പലക്കട അമീദ് ഫൈസി പല ഞൊണ്ടിന്യായങ്ങളും പറഞ്ഞ് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ചോദ്യത്തെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോ മാധ്യമത്തിലൊക്കെ വന്ന വാർത്തയാണ് ഇദ്ദേഹത്തെ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമാക്കി തീർത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? ജാറ വ്യവസായ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ചില പള്ളികളിലും ഒക്കെ എണ്ണവിളക്ക് കാലങ്ങൾക്ക് മുമ്പ് കത്തിച്ചിരുന്നു. അന്ന് ഈ പറയുന്ന രീതിയിൽ പെട്രോൾ മാക്സോ അതുപോലെ തന്നെ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് കത്തിക്കുന്ന തിരികളൊന്നും ഇല്ലാത്ത സമയത്ത്, അത്തരം ഉപയോഗങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പറയുന്ന എണ്ണ വിളക്കാണ് കത്തിച്ചിരുന്നത്. അതിന് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള വിളക്കുകൾ ഉപയോഗിക്കും. അതിൽ നിരവധി തിരിവുകൾ കൊളുത്തും. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വെളിച്ചമുണ്ടാകും, പ്രവാഹമുണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. പക്ഷെ ഇക്കാലഘട്ടത്തിലും ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിക്കൊണ്ട് പറഞ്ഞത്, അന്ന് മഹാന്മാരായ ആളുകൾ, ഈ സൈനുദ്ദീൻ മക്തൂമിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ദർസുകളിലും മറ്റും കത്തിച്ചു വെച്ചതും ജാറ വ്യവസായ കേന്ദ്രങ്ങളിലും ഒക്കെ കത്തിച്ചു വെച്ചത് അതേപടി ഇപ്പോഴും ചില ഇടങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് അത് തുടരുന്നുണ്ട്. അതിൽ അവർ ബർക്കത്തെടുക്കുന്നുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അത് ബർക്കത്തിനായി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മതാചാരത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രസ്താവന എങ്ങനെയാണ് ശരിയാകുക? അപ്പോൾ ചോദ്യം വീണ്ടും പ്രസക്തമാണ്. നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ വേണ്ടി? ഇനി തീർന്നില്ല. ഇവിടെ സൈനുദ്ദീൻ മക്തൂമിന്റെ ദർസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് സൈനുദ്ദീൻ മക്തൂമിന്റെ തന്നെ കിതാബിൽ നിന്ന് മുസ്ലിയാക്കന്മാരെ നിറുകന്തലക്കടിക്കാനുണ്ട്. സൈനുദ്ദീൻ മക്തൂമിന്റെ ഒരു പരിഭാഷ നമുക്ക് പരിശോധിക്കാം. ഇർഷാദുൽ ഇബാദ് പരിഭാഷ, ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മക്തൂം റഹിമഹുള്ള. ഇത് താഴെ എന്താ കൊടുത്തത്? വിവരണം KVM പന്താവൂര് വിവരണം ചെയ്ത സൈനുദ്ദീൻ മക്തൂമിന്റെ ഇർഷാദുൽ ഇബാദ് പരിഭാഷയാണ് നമ്മൾ കാണുന്നത്. ഈ മക്തൂം പണ്ട് ദർസ് നടത്തിയ പള്ളിയിലൊക്കെ ഇപ്പോഴും എന്തുണ്ട് എന്നാ പറഞ്ഞത്? എണ്ണ വിളക്കുണ്ട്, അവിടെ ആളുകൾ എണ്ണയൊക്കെ എടുക്കുന്നുണ്ട് എന്ന രീതിയിലാണ് സംസാരിച്ചത്. അവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ രൂപത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേട്ടത്. ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന അതിന്റെ പരിഭാഷക്കുള്ളിലുള്ള കാര്യമാണ്. അതിന്റെ 98-ാമത്തെ പേജിലാണ് വിഷയം പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നബി അരുളിയിരുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെയും ഖബറിന്മേൽ പള്ളിയുണ്ടാക്കുന്നവരെയും വിളക്ക് വെക്കുന്നവരെയും അള്ളാഹു ശപിച്ചു. അപ്പോൾ ജാറ വ്യവസായ കേന്ദ്രത്തിൽ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് ശപിച്ചു എന്ന് സൈനുദ്ദീൻ മക്തൂമിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്. അപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഒരു ന്യായം പറയാനുണ്ടാകും. അത് മഹാന്മാരുടെ കാര്യത്തിലല്ല, സാധാരണക്കാരുടെ കാര്യത്തിലാണ്. സ്വതവേ അങ്ങനെയാണല്ലോ പറയുന്നത്. ജാറം കെട്ടിപ്പൊക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇമാം നവവിയുടെ ഒക്കെ ഇബാറത്ത് വായിക്കുന്ന സമയത്ത് അതിൽ മഹാന്മാർ പെടില്ല, സാധാരണക്കാരെ പെടില്ലു എന്നുള്ള വിചിത്രവാദങ്ങളൊക്കെ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. അതിന്റെ മറുപടി അതിന്റെ തൊട്ട് താഴെ തന്നെ പറഞ്ഞിട്ട് അതും കൂടി നമുക്ക് വായി. എന്താണ് അവിടെ പറഞ്ഞത്? നമ്മുടെ അനുചരന്മാർ പറയുന്നു, പ്രവാചകന്മാർ, ഔലിയാക്കൾ, രക്തസാക്ഷികൾ, പണ്ഡിതന്മാർ എന്നിവരുടെ മക്ബറുകളിലേക്ക് തിരിഞ്ഞു ബർക്കത്തിനായും ആദരവിനായും നിസ്കരിക്കലും അവിടെ ബർക്കത്തിനും ആദരവിനുമായി വിളക്കു കത്തിക്കലും എത്ര തുച്ഛമായിട്ടാണെങ്കിലും ഹറാമാണ്. അപ്പോൾ അമ്പലക്കടവ് അമീദ് ഫൈസി, നിങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നാലും ഇനി മുജാഹിദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരായാലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള സമസ്ത പ്രതിക്കൂട്ടിൽ തന്നെയാണ്. കാരണം സമൂഹത്തെ നിങ്ങൾ ആത്മീയ ചൂഷണം നടത്തി പറ്റിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനുള്ള തിരിച്ചടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറാംഗങ്ങൾ പുറപ്പെടുവിച്ച പ്രസ്താവനയ്ക്കെതിരെയുള്ള ചോദ്യം. നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ഫാത്തിമ തഹ്ലിയെ തിരുത്താൻ വേണ്ടി? ഇപ്പോൾ കൃത്യമായി നിങ്ങൾ വലിയ ആദരവോടെ പറഞ്ഞ സൈനുദ്ദീൻ മക്തൂമിന്റെ പള്ളിയിൽ എണ്ണവിളക്ക് കത്തിക്കലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ന്യായം കണ്ടെത്തിയപ്പോൾ, അവിടെ പോയി ആളുകൾ എണ്ണയൊഴിച്ച് ബർക്കത്തെടുക്കലുണ്ട് എന്ന ന്യായം പറയുമ്പോൾ സൈനുദ്ദീൻ മക്തൂമിന്റെ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടായിരിക്കണം താങ്കൾ ഈ രീതിയിലുള്ള പ്രസ്താവനയുമായി സോഷ്യൽ മീഡിയയിലടക്കം രംഗപ്രവേശനം നടത്തേണ്ടത്. നേരത്തെ സുന്നി വോയിസിൽ നമ്മൾ വായിച്ചത് എന്താണ്? പുണ്യകരമാണ് എന്നാ പറഞ്ഞത് വിളക്ക് കത്തിക്കൽ. മഹാന്മാരുടെ മക്ബറകളിൽ വിളക്ക് കത്തിക്കൽ പുണ്യമാണ് എന്ന് സുന്നി വോയിസിൽ പറയുമ്പോൾ ഇവിടെ കൃത്യമായും വ്യക്തമായും നിങ്ങളുടെ നേതാവായ സൈനുദ്ദീൻ മക്തൂമിന്റെ പരിഭാഷയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? മഹാന്മാരുടെ ആരുടെ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നമ്മുടെ അനുജനന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ, ഔലിയാക്കൾ, രക്തസാക്ഷികൾ, പണ്ഡിതന്മാർ എന്നിവരുടെ മക്ബറുകളിലേക്ക് തിരിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് പറയുന്നത്? അവിടെ ബർക്കത്തിനും ആദരവിനുമായി വിളക്ക് കത്തിക്കലും എത്ര തുച്ഛമായിട്ടാണെങ്കിലും
ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്നത്. നിഷിദ്ധമാണ് എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് എണ്ണവിളക്കിൽ എണ്ണയൊഴിച്ച് അത് ബർക്കത്തിനെടുക്കുക? മഹാന്മാരുടെ ജാറത്തിൽ ഇന്നും എണ്ണവിളക്കുകൾ കത്തിക്കുന്നു. അതിന്റെ മഹത്വം പറയുന്ന ഒരു രംഗം മറ്റൊരു സഹോദരൻ വിശദീകരിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. ഇവിടെ നിങ്ങൾ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ഇവിടെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല ഫാത്തിമ തഹലിയെ തിരുത്താൻ വേണ്ടി. കൃത്യമാണ്, വ്യക്തമാണ്. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഞൊണ്ടി ന്യായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എടുത്ത് നമ്മൾ വായിക്കേണ്ടി വരുന്നത്. സമൂഹത്തെ നേർക്കുനേരെ നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെ തെറ്റായി പറഞ്ഞുകൊണ്ട് അത് തിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. നിങ്ങളുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ഒരു പ്രസ്താവനയുമായി വന്ന് നല്ല വെള്ള ചമയാം എന്നുള്ള ധാരണയുണ്ട് എങ്കിൽ ആ ധാരണയൊക്കെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇനി തുടർന്ന് പറയുന്ന കാര്യം, ആ പറയുന്ന കാര്യം വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു രംഗം കാണാം. സയ്യിദ് അലി താഹ പൂക്കോയത്തങ്ങൾ പാപ്പിൻഷല്ലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ്. എൻ്റെ കാരണവർ ഖബറാണ്. ഈ ഖബറിൻ്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ലേ കട്ടിലും തുണിയും ഷർട്ടും വേസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ മേലെയാണ്. തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ വഹാബിൻ്റെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാൻ്റെ ഖബർ. ഈ ഖബറിൻ്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇത് എന്ത് ഇസ്ലാം? എവിടുത്തെ ഇസ്ലാം? കേട്ടില്ലേ? ജാറ വ്യവസായ കേന്ദ്രത്തിൽ ഉറൂസ് ഉത്സവത്തിന്റെ സമയത്ത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ലേലത്തിന് വെക്കും. അങ്ങനെ കച്ചവടക്കാർക്ക് അത് വിഹിതിച്ചു കൊടുക്കും. അങ്ങനെ വിഹിതിച്ചു കൊടുത്തപ്പോൾ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് സഹോദരൻ പറയുന്നത്. അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ കബറിന്റെ മുകളിലാണ് ഈ ചന്ത കച്ചവടം നടക്കുന്നത്. എന്തിന്റെ മുകളിൽ? കബറിന്റെ മുകളിലാണുള്ളത്. കോടികൾ മറിയുന്ന ഉറൂസ് ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ചന്തയുടെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എവിടെയാ നിൽക്കുന്നത്? കബറിന്റെ മുകളിലാണുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ സൈനുദ്ദീൻ മക്തൂം എന്താ പറഞ്ഞത് എന്നാണ് തുടർന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഒരു വഴിക്ക് വന്നതല്ലേ, മുസ്ലിയാക്കന്മാരുടെ നിർഗന്ധലക്കാനെല്ലാം വിളിച്ചു കെട്ടിക്കൊടുക്കാം. എന്താണ് നേരത്തെ വായിച്ചതിന്റെ ചുവടെ പറയുന്നത്? നമ്മുടെ അനുചരന്മാരും ശർഅ മുസ്ലിമിൽ ഇമാം നവവിയും പറയുന്നു, കബറിങ്ങൽ ഇരിക്കലും ചവിട്ടലും ഹറാം. കബറിങ്കൽ ഇരിക്കലും ചവിട്ടലും ഹറാമാണ്. ആരാ പറഞ്ഞത്? ഇമാം നവവി പറയുന്നു. എവിടെയാ പറഞ്ഞത്? ശർഅ മുസ്ലിമിൽ പറയുന്നു. ആരെഴുതി വെച്ചത്? നിങ്ങളുടെ സൈനുദ്ദീൻ മക്തൂം. നേരത്തെ അമ്പലക്കടവ് അമീദ് ഫൈസി മഹത്വം പറഞ്ഞ ആ പണ്ഡിതന്റെ ഇർഷാദുൽ ഇബാദ് പരിഭാഷയിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ 98-ാമത്തെ പേജിൽ ഇവിടെ ഹറാമാണ് എന്നാ പറഞ്ഞത്. ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കച്ചവടം എവിടെയാണ് നമ്മൾ കണ്ടത്? ഖബറിന്റെ മുകളിലാണ് കണ്ടത്. ഹറാമായ കാര്യങ്ങളാണ് ഇവിടെ മൊത്തം ചെയ്യുന്നത്. എന്നിട്ടും നാണമില്ലാതെ ന്യായീകരിക്കുകയാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ നടത്തുന്നതെന്ന്. കോടികൾക്ക് ലേലം വിളിച്ച ജാറത്തെ കുറിച്ച് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതല്ലേ? കൃത്യമായും വ്യക്തമായും നമുക്കറിയാം ഈ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ഖബറ് കെട്ടിപ്പൊക്കൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ ഇമാം നവവി അടക്കമുള്ള പണ്ഡിതന്മാർ അത് കൃത്യവും വ്യക്തവുമായി പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. സഹോദരങ്ങൾ, ഇവിടെ മറ്റൊരു പുസ്തകം കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. എന്താണ്? ആധുനിക പ്രശ്നങ്ങൾ ഫിഖ്ഹിലൂടെ എന്ന് പറയുന്ന ഇസ്ലാമിക് ദഅവ ബുക്സ് ഇറക്കിയ പുസ്തകം. ഹുസൈൻ കാമിലി ഓമാച്ചുപുഴ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 2ാം ഭാഗമാണിത്. അതിൽ പറയുന്നത് എന്താണ്? നിലവിളക്കും ക്രിസ്മസ് സ്റ്റാറും എന്ന് പറയുന്ന ഹെഡിങ്ങിന് ചുവടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനും പൊതുവെ ആചരിച്ചു വരുന്ന നിലവിളക്ക് കൊളുത്തലും ക്രിസ്മസ് പ്രഭാതത്തിൽ സ്റ്റാർ തൂക്കലും അനിസ്ലാമികമാണ്. കാരണം മുസ്ലിങ്ങൾ അവരുടെ മതത്തിലെ സുപ്രധാന ഘട്ടങ്ങളിലായി അനുഷ്ഠിച്ചു പോന്നിരുന്ന ആചാരമാണവ. മുസ്ലിങ്ങൾ ഇവ ചെയ്യുന്നതിനാൽ കാഫിറാകാൻ വരെ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് മുസ്ലിങ്ങൾ ചെയ്താൽ കാഫിർ വരെ ആകാൻ സാഹചര്യമുണ്ട്. നിങ്ങളുടെ നേതാവായ ഒരു മുസ്ലിയാര് ഈ രീതിയിൽ എണ്ണവിളക്ക് കത്തിച്ചിട്ടില്ലേ? ഒരു സ്വാമിജിയെ ഔലിയാക്കാൻ ശ്രമിച്ച ഒരു മുസ്ലിയാര്. അപ്പോൾ അയാളുടെ വിധി എന്താണ്? ഈ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ ഇത് തുടർന്ന് പറയുന്നത് എന്താണ്? അമുസ്ലിങ്ങളിൽ നിന്നല്ലാതെ ഉണ്ടാവാത്ത ഏതൊരു കാര്യവും ചെയ്യുന്നവരെല്ലാം കാഫിറാണെന്ന് വിധിക്കപ്പെടുക. മറ്റു മതക്കാരുടെ ആചാരങ്ങളിൽപ്പെട്ട ഏതും അകാരണമായി സ്വീകരിക്കുന്നതിന്റെ വിധിയും ഇത് തന്നെയാണ്. അപ്പോൾ ഇതര മതസ്ഥരുടെ ആചാരമായി കൊണ്ട് നടക്കുന്ന, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന ഇത്തരം ഏർപ്പാടുകൾ ഇസ്ലാം മതത്തിന്റെ പേരിലേക്ക് വരവെക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സൈനുദ്ദീൻ മക്തൂമിന്റെ പരിഭാഷയിൽ വെച്ച കാര്യം എടുത്തു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ഇത്രമാത്രം ലൈറ്റുകളുള്ള കാലഘട്ടത്തിലും ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ എണ്ണയൊഴിച്ച് അത് വർക്കത്തിനെടുക്കുകയും അതൊക്കെ വലിയ പുണ്യമായി കൊണ്ട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സുന്നി വോയിസിൽ പറഞ്ഞ ഭാഗം നമ്മൾ വായിച്ചല്ലോ. പുണ്യമാണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിക്കല് പോലും. ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയപ്പെട്ട പുസ്തകത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ സമസ്തയുടെ അവസ്ഥ എന്താണ് എന്ന് സമസ്ത മുസ്ലിയാക്കന്മാര് തന്നെ പറയണം. ഫാത്തിമ തഹലിയെ തിരുത്താൻ നിങ്ങൾക്ക് എന്താ അർഹതയാണുള്ളത്? ഇതര മതസ്ഥരുടെ ആഘോഷങ്ങൾ, ഇതര മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടമെടുക്കുക എന്നുള്ള ആ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കം എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന് പരിശോധിക്കുമ്പോൾ ഇവിടെ നജീബ് മൗലവി എന്ന് പറയുന്ന മനുഷ്യനോട് മറ്റൊരു സ്ഥലത്ത് വേറൊരു മുഖാമുഖത്തിൽ ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി അത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ കൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ? വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു. എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ, കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി. അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു. ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത്. കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച് പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ ഖബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ ഖബർ പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടില്. പണം എല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി. സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ. അപോലെ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിന്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തുക്കും ചെലവഴിക്കൽ വന്നത് പള്ളിക്കും വന്നു, ഖബറിനും വന്നു, എല്ലാം വന്നു. വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. കണ്ടോ, സ്വഹാബത്തിന്റെ പാതയല്ല, താബഈങ്ങളുടെ പാതയല്ല, ഇമാമിങ്ങളുടെ പാതയല്ല, പിന്നെ അത് ക്രിസ്ത്യാനിയാണ്, ഹിന്ദുക്കള് പോലെ സംസ്കാരത്തിൽ നമ്മൾ വാങ്ങിയതാണ്. ഇതല്ലേ റസൂല പറഞ്ഞത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്ർ വദിറാഅൻ ബിദിറാഅ. ജൂത ക്രിസ്ത്യാനികളെ പാതയേക്ക് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പഠിപ്പിച്ചു. അതാ നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ അവിടുന്ന് കിട്ടിയതാണെന്നാ പറഞ്ഞത്. ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ കൊടുക്കുന്നത് കണ്ടപ്പോ, അവർ ചെയ്യുന്നത് കണ്ടപ്പോ ആ സംസ്കാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൈമാറിയിട്ടാണ് ഇതൊക്കെ വന്നത് എന്ന് അതിന് മുമ്പിൽ നിൽക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെയും പറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു തെളിവ് ആവശ്യമില്ലല്ലോ. ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ പേരിൽ പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ശൈലി നബിക്കോ സ്വഹാബത്തിനോ പരിചയമില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ, ഇവിടെ നജീബ് മൗലവി കൊടുത്ത മറുപടി കേട്ടില്ലേ? ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ പണമുണ്ടാക്കുന്നതിന് അവർ കണ്ടെത്തിയ ന്യായമാണ് നമ്മൾ ഇവരിൽ നിന്ന് കേൾക്കുന്നത്. എന്നിട്ടോ പറഞ്ഞു വെച്ച വാദം എന്താണ്? തുടർന്ന് ഫൈസൽ മൗലവിയുടെ സംസാരം നമ്മൾ കേട്ടല്ലോ. ഇനി പറയണം സമസ്തക്കാരെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി പറയണം സമസ്തക്കാരെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ സൈനുദ്ദീൻ മക്തൂം, നിങ്ങൾ വലിയ മഹത്തമായ അമ്പലക്കട ഹമീദ് ഫൈസി പറഞ്ഞ സൈനുദ്ദീൻ മക്തൂമിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച, പരിഭാഷയിൽ എഴുതി വെച്ച ആ വിഷയം എടുത്ത് വെച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ സുന്നി വോയിസ് എന്ന് പറയുന്ന ചവർ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് പറയണം സമൂഹത്തിന്റെ മുന്നിൽ. എന്ത് ന്യായം പറയും? നിങ്ങളുടെ ആധുനിക വിഷയങ്ങൾ ഫിഖിഹിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിലും കൃത്യമായി ആ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് മറുപടി നിങ്ങൾ പറയും? പൊതുസമൂഹത്തെ വഞ്ചിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സമസ്തക്കാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും തടിയൂരാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഫാത്തിമ തഹലിയെ തിരുത്താൻ ഒരു അർഹതയുമില്ല. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല. ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാർ ഇതര മതസ്ഥരിൽ നിന്ന് കടമെടുത്തുണ്ടാക്കിയ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും നിലനിൽക്കവേ മുസ്ലിയാക്കന്മാർ വന്ന് ഉളുപ്പില്ലാതെ ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഫാത്തിമ തഹലിയെ തിരുത്താനുള്ള ഒരു അർഹതയും സമസ്തക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.